കോട്ടയത്ത് ഇന്ത്യൻ ആർമിയുടെ പേരിൽ സൈബർ തട്ടിപ്പിന് ശ്രമം. ആർമി ക്യാന്റീനിലേക്ക് തേയില വേണമെന്ന പേരിൽ തേയില മൊത്ത വ്യാപാരിയുടെ ഫോണിലൂടെ ബന്ധപ്പെടുകയായിരുന്നു. കരാറിനായി ലിങ്കിൽ കയറി പണമടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സംശയം തോന്നുകയായിരുന്നു. സംഭവത്തിൽ റെയിൻബോ ടീ ട്രേഡിംഗ് കമ്പനി ഉടമ മുഹമ്മദ് അമീൻ കോട്ടയം സൈബർ പോലീസിൽ പരാതി നൽകി. ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യലായിട്ടുള്ള GST നമ്പർ, അവരുടെ ആർമി ക്യാൻറ്റീൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ പിക്ചേഴ്സ്, ഒരു ആർമി ഓഫീസർ എന്നുള്ള നിലയ്ക്കാണ് എന്നെ ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത് തന്നെ. ആർമി ക്യാൻറ്റീനിലേക്കുള്ള പർച്ചേസാണ് അവർ ആവശ്യപ്പെട്ടതും. ഞാൻ ആ GST നമ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത്, GST പോർട്ടലിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആർമി വെൽഫെയർ ഹൗസിംഗ് കോർപ്പറേഷൻ്റെ പാങ്ങോട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന GST നമ്പറാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു വ്യാപാരി എന്നുള്ള നിലയ്ക്ക് നമ്മളത് വിശ്വസനീയമായിട്ട് എടുക്കും. അതിനുശേഷം നമ്മളെ വെൻഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതിന് അദ്ദേഹം ഒരു ചെറിയൊരു തുക അയക്കണം, അത് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. 100 രൂപ അല്ലെങ്കിൽ 200 രൂപ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ അക്കൗണ്ട് നമ്പർ തരികയാണെങ്കിൽ ആ അക്കൗണ്ട് ത്രൂ ഞാൻ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം വില്ലിങ് ആയില്ല. അദ്ദേഹം അതിന് തയ്യാറാകാതെ വീണ്ടും സംസാരം ട്രേഡിലേക്ക് കൊണ്ടുവന്നു. വീണ്ടും പേയ്മെൻറ്റ് ഇഷ്യൂ, ആ കാര്യത്തിലേക്ക്, പേയ്മെൻറ്റിലേക്ക് വീണ്ടും കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞ് കൊണ്ടുവന്നു. സമർത്ഥമായിട്ട് നമ്മളെ അതിനകത്ത് കുരുക്കാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. ആർമിയുടെ വിശ്വാസ്യത നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നുള്ള രീതിയിൽ ആർമി ഓഫീസറുടെ പ്രൊഫൈൽ പിക്ചറാണ് ഇദ്ദേഹം വിട്ടിരുന്നത്. അതുപോലെ തന്നെ വാട്സപ്പിൽ നമ്മൾ നോക്കുമ്പോൾ, ഞാൻ ആ നമ്പർ സേവ് ചെയ്തിട്ടില്ലായിരുന്നു, വാട്സപ്പിൽ ആർമി ഓഫീസർ എന്നും ഡിഫൻസ് എന്നുള്ള റൈറ്റപ്പാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരന് അത് കാണുമ്പോൾ ഇത് ആർമിയുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണെന്ന് പൂർണ്ണ അർത്ഥത്തിൽ തോന്നുന്ന രീതിയിലുള്ള എല്ലാ ബിൽഡപ്പുകളും അതിനകത്തുണ്ടായിരുന്നു. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, പല രീതിയിലുള്ള തട്ടിപ്പ് ശ്രമങ്ങളും കണ്ടിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? അനിഷ, പല രീതിയിലുള്ള സൈബർ തട്ടിപ്പുകൾ നമുക്ക് മുന്നിലുണ്ട്, അല്ലെങ്കിൽ അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് കുറച്ചുകൂടി ഗൗരവ തരത്തിലുള്ള സൈബർ തട്ടിപ്പാണ്. ഇന്ത്യൻ ആർമിയുടെ പേരിലാണ് ഇത്തരത്തിലൊരു സൈബർ തട്ടിപ്പിന് ശ്രമം നടന്നത്. വ്യാപാരിയായ മുഹമ്മദ് അബി കൃത്യമായി ഇതിൽ ഇടപെട്ടതോടുകൂടിയാണ് ഈ തട്ടിപ്പ് പൊളിഞ്ഞത് എന്നാണ് നമുക്ക് ഈ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. കോട്ടയത്തെ നഗരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന റെയിൻബോ ടീ ട്രേഡിംഗ് കമ്പനിയുടെ ഉടമയാണ് മുഹമ്മദ് അമീൻ. മുഹമ്മദ് അമീന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫോൺ കോൾ വരികയാണ്. സൈനിക ക്യാൻറ്റീനിലേക്ക്, കോട്ടയത്ത് പ്രവർത്തിക്കുന്ന സൈനിക ക്യാൻറ്റീനിലേക്ക് തേയിലയുടെ ഇടപാട് നടത്തുന്നതിന്, തേയില എത്തിക്കുന്നതിനായി ഒരു കരാർ, വലിയ രീതിയിലുള്ളൊരു പർച്ചേസാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഒരു ടെൻഡർ അയക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ സൈനിക ഉദ്യോഗസ്ഥനായ കൃണാൽ ചൗധരി എന്ന പേരിലുള്ള ഒരു ഫോൺ കോൾ എത്തിയത്. അതിൽ ഇത് സംശയമൊന്നും ആദ്യം ഈ കടയുടമയ്ക്ക് തോന്നിയതുമില്ല. പിന്നീട് ഒരു GST നമ്പറും അയച്ചു. അത് പാങ്ങോടുള്ള സൈനിക സൊസൈറ്റിയുടെ നമ്പറായിരുന്നു. അപ്പോൾ അതൊക്കെ വിശ്വസനീയമായി തോന്നുകയും ചെയ്തു. പിന്നീട് ഇത് സംബന്ധിച്ചുള്ള സാധനങ്ങൾ, വിൽപ്പന നടത്തേണ്ട സാധനങ്ങളുടെ ക്വാളിറ്റി, അതോടൊപ്പം പണമിടപാടൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയും ഫോൺ വഴിയും വാട്സാപ്പ് ചാറ്റ് വഴിയും സംസാരിക്കുകയും ചെയ്തു. അതിനൊക്കെ ഒടുവിൽ 7 വർഷത്തെ കരാറാണ്. അതിനൊരു കരാർ ഉണ്ടാക്കണം. ആ കരാറിനായി ഒരു ചെറിയ തുക ആദ്യം അടയ്ക്കണമെന്ന് ഈ അമീനോട് ആവശ്യപ്പെടുകയായിരുന്നു. ആ തുക വളരെ നാമമാത്രമായ തുകയാണെങ്കിൽ കൂടിയും അത് അക്കൗണ്ട് ത്രൂ മാത്രമേ അയച്ചു നൽകാൻ കഴിയൂ എന്ന് അമീൻ നിലപാടെടുത്തു. എന്നാൽ അവർ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി പണം അടയ്ക്കണമെന്നുള്ള ആവശ്യമാണ് നിരന്തരമായി ഈ സൈനിക ഉദ്യോഗസ്ഥൻ എന്ന് പരിചയപ്പെടുത്തിയ ആൾ ഫോണിലൂടെ ഹിന്ദിയിൽ അറിയിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അതിലൊരു സംശയം തോന്നിയ ഉടൻ തന്നെ പിന്നീട് ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. എന്തായാലും ഇയാളുടെ വാട്സാപ്പ് നമ്പറും അടക്കം, അല്ലെങ്കിൽ ഈ വാട്സാപ്പ് DP ഇമേജ് എല്ലാം ഇത്തരത്തിൽ സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു. പിന്നീട് ഈ അഡ്രസ്സ് പറയപ്പെടുന്ന പാറമ്പുഴയിലെ സൈനിക ക്യാൻറ്റീനിൽ പോയി അന്വേഷിക്കുകയും അത്തരത്തിലൊരു കരാറോ അത്തരത്തിലൊരു ഇടപാടോ ഉദ്യോഗസ്ഥന് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുകയുമായിരുന്നു. തുടർന്ന് മുഹമ്മദ് അമീൻ കോട്ടയം സൈബർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്തായാലും സൈബർ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് ഗുജറാത്തിൽ നിന്നുള്ളൊരു തട്ടിപ്പ് സംഘമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തനിക്ക് പണമൊന്നും നഷ്ടമായിട്ട് ഇല്ലെങ്കിൽ കൂടിയും മറ്റുള്ളവരെ ഇത് ബോധവൽക്കരിക്കുന്നതിനായാണ് താനിപ്പോൾ ഇത് പുറത്തു പറയുന്നത്, അല്ലെങ്കിൽ ഇത് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് മുഹമ്മദ് അമീൻ നമ്മളോട് പറയുകയുണ്ടായി. പ്രത്യേകിച്ച് കൂടുതൽ വ്യാപാരികളെയും മറ്റു മുന്നം വെച്ചാണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഇപ്പോൾ നടക്കുന്ന തട്ടിപ്പ് സംഘങ്ങൾ ഇടപാടുകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പണം നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടിയും ഗൗരവ തരത്തിലുള്ള തട്ടിപ്പ് ശ്രമമാണ് നടന്നത്. പ്രത്യേകിച്ച് സൈന്യത്തിന്റെ പേരിലടക്കം ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നതിന് ആ നിലയ്ക്കുള്ള ഗൗരവപൂർണമായ വിഷയമാണ്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം വേണമെന്ന് അമീൻ ആവശ്യപ്പെടുകയാണ്. എന്തായാലും പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് എങ്കിൽ കൂടിയും നമ്മളെ ഏറെ ആശങ്കപ്പെടുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പിനുള്ള
ശ്രമം നടന്നതെന്നാണ്. എന്തായാലും സൈബർ പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അവർ പ്രാഥമികമായി പങ്കുവച്ച വിവരം ഇത്തരത്തിൽ ലിങ്കുകൾ നൽകി ലിങ്കുകൾ കയറുന്നതിന് മുറയ്ക്ക് പിന്നീട് പണവും മറ്റ് വ്യക്തിഗത വിവരങ്ങളുമൊക്കെയും ഫോണിൽ നിന്ന് നഷ്ടമാകുകയും അത് പിന്നീട് ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇത്തരത്തിൽ കൃത്യമായ ഇടപാട് തടയാൻ കഴിഞ്ഞത് ഏറെ ആശ്വാസകരമാണ് എന്ന് പോലീസും പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അനീഷ, പല രീതിയിലുള്ള തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആർമിയുടെ പേരിലാണ്, ഇന്ത്യൻ ആർമിയുടെ പേരിലാണ് തട്ടിപ്പിന് ഒരു ശ്രമം നടത്തിയത്. പക്ഷേ അത് വ്യാപാരി തിരിച്ചറിഞ്ഞു, പണം നഷ്ടപ്പെട്ടിട്ടുമില്ല. ജോസിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു